എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവർക്കും സുഖാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറും ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് മാറും. ആരും അത്ര സുഖത്തിലല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വേനലിന്റെ കാഠിന്യം അത്രയധികം ബുദ്ധിമുട്ടുകൾ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് മനുഷ്യനിൽ ഉണ്ടാക്കുന്നത്. മനുഷ്യനിൽ എന്ന പോലെ ഇത് മൃഗങ്ങളിലും മറ്റു ജീവജാലങ്ങളിലും എല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പല ഇഴജന്തുക്കളും അതിന്റെ മാളങ്ങളിൽ ചൂട് സഹിക്കാതെ അതിന്റെ മാളങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരികയും തണുപ്പ് തേടി പുറത്തോട്ട് വരികയും അതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളുടെ നിരക്ക് കൂടുന്നത്. അപ്പോ നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഒരു പരിധി വരെ, ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഒരു അത്യാഹിതം സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഇഴജന്തുക്കളെ നമ്മൾ പേടിക്കണം, വിഷമുള്ള പാമ്പുകളെ നമ്മൾ പേടിക്കണം. അതേസമയം നമ്മൾ അവ നമ്മുടെ പരിസരങ്ങളിൽ കടന്നു വരുന്നത് പൂർണ്ണമായിട്ടും തടയുകയും ചെയ്യണം. അപ്പോൾ പൂർണ്ണമായിട്ടല്ലെങ്കിൽ കൂടിയും നമ്മൾക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഇഴജന്തുക്കൾ മൂലമുള്ള ശല്യം നമ്മൾക്ക് നല്ലൊരു ഭാഗം, നല്ലൊരു പരിധി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ വീടും പരിസരവും, അത് വലിയ വീടായിക്കോട്ടെ, ചെറിയ വീടായിക്കോട്ടെ, ഓടിട്ട വീടായിക്കോട്ടെ, വാർക്ക വീടായിക്കോട്ടെ, വീട് ഏത് രീതിയിലുള്ളതും ആകട്ടെ, നമ്മളുടെ വീടിനോട് ചേർന്നുള്ള പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കരിയിലകളും വിറകുകളും കൂടി കിടക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ പുല്ല് കയറി കിടക്കുന്നത് ഒഴിവാക്കുക, കാട് കയറി കിടക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മളിൽ പലരും രാത്രി കാലങ്ങളിൽ ചിലപ്പോ രാത്രി സമയത്ത് ചൂട് സഹിക്കാൻ പറ്റാതെ പുറത്തിറങ്ങി നടക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന വഴിയെ നമ്മൾ വണ്ടി വെച്ചിട്ട് എവിടെയെങ്കിലും സംസാരിക്കാനായിട്ട് കയറുമോ, അല്ലെങ്കിൽ കടയിൽ കയറുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മൾക്ക് ഒരു ശ്രദ്ധ എപ്പോഴും വേണം. ചൂടാണ്, വിഷപ്പാമ്പുകളുടെ ശല്യമുണ്ട് എന്നുള്ള ഒരു ശ്രദ്ധ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ ഒരു ടോർച്ചിന്റെ സഹായമില്ലാതെ യാത്ര ചെയ്യരുത്, നടക്കരുത്. അങ്ങനെ നടക്കുന്ന വേളയിൽ നമ്മൾ നല്ല ചെരുപ്പിന്റെ ശബ്ദം കേൾപ്പിച്ചു മാത്രം നടക്കുക. അതുപോലെ തന്നെ വണ്ടി നമ്മൾ ഒതുക്കി റോഡിൽ ഏതെങ്കിലും കടയിൽ കയറുന്ന സമയത്ത് വണ്ടി ഒതുക്കുന്നത് എത്രയും നല്ല ഒരു സ്ഥലത്ത് ഒതുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓടയോട് ചേർന്ന് അല്ലെങ്കിൽ പുല്ല് കാട് പിടിച്ച സ്ഥലങ്ങളിൽ വണ്ടി ഒതുക്കിയിടുന്നത് പരമാവധി ഒഴിവാക്കുക. കാരണം വണ്ടിയിലോട്ട് ഈ ഇഴജന്തു കയറാനോ, അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനോ ഉള്ള നല്ലൊരു സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും ഇപ്പൊ ഗ്യാസിന്റെ ക്ഷാമം കാരണം അടുപ്പ് ഒരു പരിധി വരെ ഉപയോഗിക്കുന്നവരായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വിറകൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ വിറക് ചിലപ്പോൾ അടുക്കളയിൽ സൂക്ഷിക്കും, കൂട്ടി വെക്കും, അല്ലെങ്കിൽ പുറത്ത് ഇതുപോലെ ചാരി 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 വെക്കും. അപ്പൊ ഇങ്ങനെ വെക്കുന്നത് എത്ര വലിയ അപകടമാണ്. ഈ വിഷജന്തുക്കൾക്ക് ഒരു പാർപ്പിടം എന്ന നിലയിൽ നമ്മളൊരു സുഖമായിട്ട് ഒരു ഷെൽട്ടർ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ മടലും വിറകുകളും ഒക്കെ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ അതൊരു ജനാലയോട് ചേർന്നാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ഷുവറാണ് ആ ജനാല വഴി നമ്മളുടെ അകത്തേക്ക് ഈ പറഞ്ഞ പാമ്പുകൾക്ക് വരാനുള്ള ഒരു സൗകര്യം കൂടിയാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. കഴിവതും ഇത്തരത്തിൽ വിറക് കൂട്ടിയിടാതിരിക്കുക. അഥവാ വിറക് ശേഖരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വീടിനോട് കുറച്ച് അകലെയായിട്ട് അത് അതിൻ്റെതായ രീതിയിൽ സൂക്ഷിക്കുക. വിറകെടുക്കാൻ പോകുന്ന സമയത്ത് നല്ലപോലെ തട്ടിയതിന് ശേഷം മാത്രം വിറകെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാസമയങ്ങളിൽ വിറകെടുക്കുന്നത്, വൈക്കോലെടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ നിങ്ങൾ കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വീടിനോട് ചേർന്ന് നമ്മൾ അലങ്കാര ചെടികൾ പലതും വളർത്തുന്നുണ്ടാവും. വീടിന്റെ മെയിൻ ഡോറിന് ഇരുവശങ്ങളിലുമായിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ജനൽ തുറക്കുന്നതിന്റെ തൊട്ട്
താഴെയായിട്ടായിരിക്കും. പക്ഷെ അത് കാണുന്ന കാഴ്ചക്ക് നല്ല ഭംഗിയാണ്. ഇവിടെ വലിയൊരു അപകടം പതിയിരിപ്പുണ്ട്. ഈ വേനൽക്കാലത്ത് തണുപ്പ് തേടി വരുന്ന ഈ ഇഴജന്തുക്കള് ഇവിടെ ഈ ചെടിച്ചട്ടിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ വശങ്ങളിലോ എല്ലാം പറ്റിച്ചേർന്ന് കിടക്കാനും, ജനലുകളുടെ തൊട്ട് താഴെ ആയതുകൊണ്ട് തന്നെ എളുപ്പം തന്നെ നമ്മളെ ജനലുകൾ വഴി അകത്തോട്ട് കടക്കാനുമുള്ള സാധ്യത ഏറെയാണ്. ചില വീടുകളിലാണെങ്കിൽ ഗ്രില്ലായിരിക്കും. അവര് ഗ്രില്ലിനോട് ചേർന്ന് പല ക്രീപ്പിംഗ് പ്ലാന്റ്സ്, മണി പ്ലാന്റ് പോലുള്ള പ്ലാന്റുകളൊക്കെ പടർത്തിയിട്ടുണ്ടാവും. ഇതെല്ലാം കാഴ്ചയ്ക്ക് അതിമനോഹരമാണ്. പക്ഷേ ഇവിടെ ഇത്രയും വലിയ അപകടം ഇവിടെ പതിയിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് നിങ്ങൾ ചെടികളുടെ ഭംഗിയേക്കാൾ പ്രാധാന്യം നൽകേണ്ടത്, അല്ലെങ്കിൽ അവ സെറ്റ് ചെയ്യുമ്പോൾ എത്ര ഭംഗിയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് നമ്മളുടെ ജീവന് തന്നെയാണ്. നമ്മളുടെയും നമ്മളുടെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ ജീവന് തന്നെയാണ്. അതുകൊണ്ട് കഴിവതും ചുമരിനോട് ചേർന്ന് ചെടികൾ വയ്ക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ പലതരത്തിലുള്ള വള്ളി പടർപ്പുകൾ പടർന്നു വരുന്ന ചെടികള് ജനാലകളോട് ചേർന്ന് പടർത്തി വിടുന്നതും കഴിവതും ഒഴിവാക്കുക. ഇതെല്ലാം ഇഴജന്തുക്കൾക്ക് നമ്മുടെ വീട്ടിലേക്ക് നേരിട്ട് വരാനുള്ള വഴി ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വൈകുന്നേര സമയങ്ങളിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല രീതിയിലുള്ള തണുപ്പ് അവിടെ ഉണ്ടാവുകയും ഈ തണുപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെ മിക്കവാറും ആ ഭാഗങ്ങളിൽ ഇഴജന്തുക്കൾ വന്ന് വിശ്രമിക്കാനുമുള്ള സാധ്യതകളുണ്ട്. യാദൃശികമായിട്ട് നമ്മൾ ചെടിച്ചട്ടി മാറ്റുന്ന അവസരങ്ങളിലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിൽക്കുന്ന അവസരങ്ങളിലോ ഒക്കെ ഇത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ ഈ കാര്യം നമ്മൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ചു നാളത്തേക്ക് ഈ വേനൽ കഴിയുന്ന അല്ലെങ്കിൽ ഈ കഠിനമായിട്ടുള്ള ഈ ഒരു വേനൽ ചൂട് മാറി നമ്മുടെ കാലാവസ്ഥയൊക്കെ ഒന്ന് സന്തുലിതമായി വരുന്ന സമയങ്ങളിൽ നമ്മൾക്ക് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം കെയർ കൊടുക്കുക. അരികോട് ചേർന്ന് വീടിന്റെ ജനലുകളോട് ചേർന്ന് അല്ലെങ്കിൽ ചുമരിനോട് ചേർന്ന് ചെടികൾ സെറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വേസ്റ്റുകൾ കുറേ അധികം കൂട്ടിയിടുക. അതിപ്പോ സ്റ്റോർ റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ മുകളിലായിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറേ അധികം വേസ്റ്റുകൾ വേണ്ടാത്തതെല്ലാം നമ്മൾ കൂട്ടി ഡംപ് ചെയ്തിടുന്നു. അപ്പോൾ ഇതൊരു നല്ല ഒരു പ്ലേസ് ആണ്, നല്ലൊരു ഷെൽട്ടറാണ് ഈ പറഞ്ഞ ഇഴജന്തുക്കൾക്ക് വരാനും അവിടെ പെറ്റുപെരുകാനും ഒക്കെയുള്ള സാഹചര്യം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കഴിവതും വേസ്റ്റുകൾ കൂട്ടിയിടുന്നത് ഒഴിവാക്കുക. വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിൽ കരിയിലകളൊക്കെ കത്തിക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ്. കരിയിലകളൊക്കെ കൂട്ടി കത്തിക്കുകയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കെ തരം തിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നതായിക്കൊള്ളട്ടെ, അത് പുറത്ത് വയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കെയർ ചെയ്ത് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടതിന് ശേഷം കെട്ടി വയ്ക്കുക. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ വല്ലതും കയറിയിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ പക്ഷികൾക്ക് അല്ലെങ്കിൽ അണ്ണാനൊക്കെ നമ്മൾ തീറ്റയിട്ട് കൊടുക്കാറുണ്ട്, വെള്ളം വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് നമ്മൾ ജനലിനോട് ചേർന്ന് അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്ന് ഇതുപോലെ തീറ്റകളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ തീറ്റകളൊക്കെ പക്ഷികൾ പൂർണ്ണമായിട്ട് കഴിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കുന്നത് എലികളെല്ലാം ആയിരിക്കും. എലികൾ കഴിക്കും, അല്ലെങ്കിൽ പല്ലികൾ കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാമ്പിന്റെ പ്രധാനമായിട്ടുള്ള വണ്ടുകൾ, എലി, പല്ലി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പാമ്പുകളുടെ ഒരു ആഹാരം എന്ന് പറയുന്നത്, തവള, ഇതൊക്കെ. അപ്പോൾ ഇതിനെ ഒരു അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വീടിനോട് ചേർന്ന് വെള്ളം വെക്കുക, ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ അത്രത്തോളം നമ്മൾക്ക് പക്ഷികളോടെല്ലാം ഉള്ള സ്നേഹം അല്ലെങ്കിൽ നമ്മൾക്ക് അവയ്ക്ക് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീടിന് കുറച്ച് അകലെയായിട്ട് നമ്മൾ അത് ഇട്ടുകൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ വേനൽക്കാലത്ത് കുട്ടികളെ കളിക്കാനായിട്ട് വിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികൾ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ പുല്ല് പിടിച്ചു കിടക്കുന്ന, കരിയിലകൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പന്ത് കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ, ഫുട്ബോൾ കളിക്കാൻ
ഇങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങളില് ഇവര് പന്തെടുക്കാനൊക്കെ ആയിട്ട് ഏത് കാട്ടിലും ഏത് പറമ്പിലും പോയി പന്ത് വീഴുമ്പോ പന്തെടുക്കാനുള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ട്. അപ്പൊ ഈ വേനൽക്കാലത്ത് കഴിവതും ഏറ്റവും നല്ല പ്ലേ ഗ്രൗണ്ടില് അല്ലെങ്കിൽ എന്താ പറയാ പുല്ലില്ലാത്ത അല്ലെങ്കിൽ കാട് പിടിക്കാത്ത സ്ഥലങ്ങളിലുള്ള കളികൾ മതി എന്ന് അവരെ കൃത്യമായിട്ട് അവരെ കർക്കശമായിട്ട് തന്നെ പറഞ്ഞ് അവരെ നമ്മൾ സംരക്ഷിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പേടി അറിയില്ല, അവർക്ക് വരും വരായികകൾ അറിയില്ല. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊരു പാമ്പ് കടിച്ചാൽ പോലും അത് കൃത്യസമയത്ത് വീട്ടിൽ വന്ന് പറയാൻ പറ്റിക്കൊള്ളണമെന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ അത്യാഹിതങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അവധിക്കാലം ആശംസിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക.